തുഞ്ചൻപറമ്പിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ തുഞ്ചൻപറമ്പ് കാണിച്ചിട്ടുണ്ട്. ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഗൈസ് നമ്മൾ അച്ഛൻ ഇവിടെ ഉണ്ട്. ഇവിടെ സെറ്റിംഗ്. ഹായ് കാണിക്ക്. ആ ഹായ് കാണിക്ക്. ഗൈസ് അടിപൊളി സ്ഥലം കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ എല്ലാവരും ഈ വിജയദശമി നാളിൽ എല്ലാവരും തുഞ്ചൻപറമ്പിൽ വരേണ്ടതാണ്. നല്ല തിരുവാതിര, നല്ല കളികളൊക്കെ. ഇനി നമുക്ക് തുഞ്ചൻ്റെ തത്തേനെ കാണാം. നമുക്ക് തുഞ്ചൻ്റെ തത്തേനെ കാണാൻ പോവാം. ഞാൻ നല്ലൊരു വ്യൂ കാണിച്ചു. നമ്മുടെ എവിടെ തത്ത? നമുക്ക് തുഞ്ചൻ്റെ തത്തേനെ കാണാം. ഇതാണ് നമ്മളെ തുഞ്ചൻ്റെ തത്ത. നല്ല രസമുണ്ട്. ഇവിടെ നല്ല ഇരിക്കാനുള്ള സ്ഥലം. ഇതാണ് ഗൈസ് നമ്മുടെ തുഞ്ചൻപറമ്പിലത്തെ സരസ്വതി മണ്ഡപം. ഇവിടെ വേലൊക്കെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഈ പ്ലേസ് വരാൻ. അടിപൊളി വ്യൂ ആണ്. നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. തിരുവാതിര ഉണ്ട്, സിംഗിൾ ഡാൻസ് ഉണ്ട്, പിന്നെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഗായ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് തുഞ്ചൻ കളരി, കുളം എല്ലാം ഇവിടെ തന്നെയാണുള്ളത്. നമ്മൾ കുളത്തിലേക്കാട്ടോ ഇനി പോകുന്നത്. ഇപ്പോൾ തിരുവാതിരയാണ് നടക്കുന്നത്. ഫ്യൂഷൻ തിരുവാതിരയാണ് സ്റ്റേജിൽ നടക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇരുട്ട് നല്ല പാട്ടാണ്. കുളത്തിൻ്റെ അടുത്ത് ഇതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ കുളം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കുളം. അടിപൊളിയായിട്ട്. ഇത് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തിലോട്ട് അമ്പലം. അതല്ല, ഇവിടുത്തെ ഒരു ചെറിയ ക്ഷേത്രം പറയും. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ അമ്പലം കേട്ടോ. ഇതാണ് ഇവിടുത്തെ അമ്പലം. ഇനി അടുത്ത പ്ലേസിലോട്ട്. ആച്ചുട്ടിക്ക് ഇവിടുന്ന് വാങ്ങിയൊരു ടോയാണ്, കഴിഞ്ഞ വർഷം വാങ്ങിയ. അടിപൊളി ടോയാണ്. ഐസ് ഗാർഡൻ. ഇതാണ് ഒരു റാ പോലത്തെ ആർച്ചറി പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് അടിപൊളി. ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. തുഞ്ചൻപറമ്പിൽ വന്നാൽ ഏതാ വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. അത് കൂടെ അല്ല, അത് വേറെ വഴി, ഇത് വേറെ വഴിയാണ്. ഇവിടെ ഏതാ പുസ്തകമോ വെട്ടുവാ. നമ്മളിനി പുസ്തകപ്പുരയിലാണ് പോകുന്നത്. ഇവിടെ മേക്കപ്പ്, ഇവിടെ
മറ്റേ ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ മേക്കപ്പ് ഏരിയ ആണ് ഇതൊക്കെ. അവിടെ അടുത്തെടുത്തിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഇവിടെയാണ് കേട്ടോ പെർഫോമൻസ് ഒക്കെ കാഴ്ചപ്പെടുന്നത്. ഗൈസ് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരു മേക്കപ്പ് ഏരിയ, അതൊരു മേക്കപ്പ് ഏരിയ ആണ് ഗൈസ്. പുസ്തകപ്പുരയാണിത്. കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട് അവിടെ. ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കുകൾ കാണിച്ചു തരാം. അവിടെ കാർട്ടൂൺ ഐറ്റം ബുക്ക് ഉണ്ട്, വായിക്കാനുള്ള ബുക്ക് ഉണ്ട്, എല്ലാ ബുക്കുകളും. മ്യൂസിയം, ലൈബ്രറി, തുറന്ന വേദി, ഓപ്പൺ സ്റ്റേജ്, സ്റ്റേജുകളൊക്കെ ഉണ്ട് അവിടെ. എല്ലാം അങ്ങോട്ടാട്ടോ, എല്ലാം ഈ വഴി. ഇത് ഇവിടുത്തെ ക്യാൻറ്റീനാണ്, ഫുഡൊക്കെ കഴിക്കാനുള്ളത്. ഇവിടെയൊക്കെ ചെളിയാണ്. ഇനി അടിപൊളി ഡെക്കറേഷനൊക്കെ ഇവിടെ ഉണ്ട്. ചെടിയാണ് മരത്തിനൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഡാൻസ് നടക്കുന്നത്. കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. തിരക്കാണ്. ഗാർഡനുകൾ കാണിച്ചു. ഇവിടെ വീഡിയോ എടുക്കാൻ ഭയങ്കര തിരക്കാണ് കേട്ടോ ഗൈസ്, ഭയങ്കര തിരക്കാണ്. അടിപൊളിയായിട്ടുണ്ട്, സെറ്റാണ് ഗൈസ്. നമുക്ക് അടുത്ത ഇതിൽ പോവാം, അടുത്ത കാഴ്ചപ്പാടിൽ പോവാം. അത് ഇതെല്ലാം കാണിച്ചു കേട്ടോ. പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ട്, അതൊന്നും വാങ്ങണ്ട പറഞ്ഞു ഗൈസ്. ഗൈസ് പോലീസൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പോലീസ് ഗൈസ്. ഇനി നമുക്ക് വെളിയിൽ പോകാം. നമ്മൾ വെളിയിൽ പോവാണ്. ലൈബ്രറി, പുസ്തകപ്പുര ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ എല്ലാം ഗൈസ്. ഇവിടെയൊക്കെ നല്ല ഡെക്കറേഷനായിട്ട് അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. നല്ല കമ്മലുകളും കൺമട്ടങ്ങളൊക്കെ ഹൈറ്റ് അതൊക്കെ എടുത്ത് നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ പോവാണ്. അമ്മേനെ അച്ചട്ടീനെയും കൂട്ടാതെ ഐസ്ക്രീം കുടിക്കാൻ പോവാണ്. ഗൈസ് അമ്മ അവിടെ ഉണ്ട്. അച്ചട്ടിക്ക് പനിയായിട്ട് ഞങ്ങൾ കൊടുക്കണില്ല, അവർക്ക് പനിയാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഗൈസ് ഐസ്ക്രീം മിക്സ്ഡ്, സ്ട്രോബെറിയും വാനിലയും മിക്സ്ഡാണ്. അതാ പോണു പിടിക്ക്. ഗൈസ് ഇത് സ്ട്രോബെറി, ഇത് വാനില അടിപൊളിയാണ്. നിങ്ങൾ ഈ കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോ?
നമ്മളിവിടുത്തെ ഒരു ചേച്ചിനെ കാണുന്നത് നല്ല തിരക്കാണ്. കേക്ക് ഉണ്ടോന്ന് അറിയില്ല. ഫുൾ വ്യൂ നല്ല പാട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് അയക്കുന്ന ഐസ്ക്രീം ഇനി അച്ഛൻ്റെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ പോയി നിൽക്കുക. നമ്മൾ തുജമറവിൽ വീണ്ടും കയറിയിരിക്കുന്നു. അവിടെ കാണിച്ചത് ഫോണിന് കുറച്ച് ആക്സിഡന്റ് ആയി. വെച്ചിട്ട് നമ്മൾ അകത്ത് കയറാൻ പോണത് തിരക്കിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി കയറാം. ആദ്യാക്ഷരത്തിന്റെ പവിത്രതയും നടപ്പിലുമാടുന്ന നവരാത്രി. ദേവകി നന്ദന കലാലയം തിരൂർ. ഏവർക്കും ഈ കലാവിരുന്നിലേക്ക് സ്വാഗതം.